ഹായ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാനൊരു സ്വീറ്റ് ആൻഡ് യമ്മി കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് വിതൗട്ട് ഷുഗർ. നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും, അത്ര എളുപ്പമുള്ള ഒരു കേക്കാണ്. സോ നമുക്ക് ആ കേക്ക് ഇന്ന് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് കാണാം. അതിന് വേണ്ടുന്ന ചേരുവകൾ: കുരു കളഞ്ഞ 250 ഗ്രാം ഡേറ്റ്സ്, 1 കപ്പ് മിൽക്ക് ഒഴിച്ചിട്ട് 1 മണിക്കൂർ സോക്ക് ചെയ്ത് വെക്കണം. നമ്മുടെ ഡേറ്റ്സ് മുങ്ങിക്കിടക്കണം, അതാണ് പരുവം. അപ്പോൾ ഒരു കപ്പ് ഞാൻ ആദ്യം ഹാഫ് കപ്പ് ഒഴിച്ചു, പിന്നീട് ഒരു ഹാഫ് കപ്പും കൂടി ഒഴിച്ചപ്പോൾ അത് കംപ്ലീറ്റ്ലി മുങ്ങിക്കിടന്നു. ഒത്തിരി സോഫ്റ്റായ ഡേറ്റ്സ് ആണെങ്കിൽ ഹാഫ് കപ്പ് മിൽക്ക് ഒഴിച്ചാലും മതി കേട്ടോ. മൈദ 1 കപ്പ്, 2 മുട്ട, 1/4 കപ്പ് മിൽക്ക്, 50 ഗ്രാം ബട്ടർ. നമ്മൾ സോക്ക് ചെയ്ത ആ ഡേറ്റ്സ് മിക്സിയിൽ നന്നായിട്ട് ഞാൻ അരച്ചു കൊണ്ടുവന്ന് ഒരു ബൗളിൽ ഇട്ട് വെച്ചു. എന്നിട്ട് ആ ബട്ടർ അതിൻ്റെ അകത്ത് ഇട്ട് കൊടുത്തു. എന്നിട്ട് നമ്മൾ വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് അത് ബ്ലെൻഡ് ആവുന്നത് വരെ ഇളക്കി കൊടുക്കണം. അതിലേക്ക് ആ 2 മുട്ടയും ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് പിന്നെയും വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യണം. ഇനി നമുക്ക് മൈദ, ബേക്കിംഗ് പൗഡർ ആൻഡ് സോഡ പൗഡർ വെച്ചിട്ട് സ്വിഫ്റ്റ് ചെയ്ത് നന്നായിട്ട് യോജിപ്പിക്കുക. അത് ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂണും ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂൺ, പിന്നെ അതിൻ്റെ കൂടെ ഞാൻ നട്ട്മഗ് പൗഡറും കൂടി ഇടുന്നുണ്ട്, അതും 1/2 ടീസ്പൂൺ, ജാതിക്ക പൗഡർ. ഇത് 3 കൂടിയിട്ട് നന്നായിട്ട് സ്വിഫ്റ്റ് ചെയ്ത് ഇളക്കി അത് യോജിപ്പിക്കുക. നന്നായി യോജിപ്പിച്ച് വെച്ച ആ മൈദക്കൂട്ട് കുറേശ്ശെയായിട്ട് നമ്മൾ ഈ ഡേറ്റ്സ് കൂട്ടിലേക്ക്, ഡേറ്റ്സും എഗ്ഗും ബട്ടറും എല്ലാം കൂടി ഇട്ട ആ കൂട്ടിലേക്ക് നമ്മൾ കുറേശ്ശെ ഇട്ട് നമ്മൾ യോജിപ്പിച്ചെടുക്കണം. അങ്ങനെ മൊത്തം മൈദയും നമ്മൾ ഇട്ട് കൊടുക്കാം. ഈ കേക്ക് ഉണ്ടാക്കാൻ നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല, നല്ല എളുപ്പമാണ് കേട്ടോ. നമ്മൾ ആ ഡേറ്റ്സ് ഒന്ന് അരച്ചു കൊടുക്കുക, മിക്സിയിലിട്ട് അരച്ചു കൊടുക്കുക, പിന്നെ ഇതെല്ലാം കൂടി ഒരുമിച്ച് യോജിപ്പിച്ചെടുക്കുക. ഇപ്പം നമ്മളൊരു 1/4 കപ്പ് മിൽക്കും കൂടി അതിലൊഴിച്ചു കൊടുത്തു. അപ്പം അത് അത്രയേ ആവശ്യമുള്ളൂ കേട്ടോ. എന്നിട്ട് ആ മൈദയും കംപ്ലീറ്റ് മൈദയും ഇട്ട് കൊടുത്ത് നമ്മൾ നന്നായിട്ടത് ബ്ലെൻഡ് ചെയ്ത് യോജിപ്പിക്കുക. ഇതിൻ്റെ ഇടയ്ക്ക് ഓവൻ നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യാൻ 15 മിനിറ്റ്സ് 180 ഡിഗ്രിയിൽ നമ്മൾ ഓൺ ചെയ്ത് വെച്ചു. ഞാൻ ആ വിസ്ക് മാറ്റി സ്പാറ്റുല എടുത്തിട്ട് സ്പാറ്റിൽ വെച്ചിട്ടാണ് പിന്നീട് ഞാൻ അത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലെ നമ്മൾ പതുക്കെ നന്നായിട്ട് ആ കൂട്ട് മൊത്തം ബ്ലെൻഡ് ആവുന്നത് വരെ സ്ലോലി, ആ പഫ്നെസ് ഒന്നും പോകാതെ നന്നായിട്ട് ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് കേക്ക് ഉണ്ടാക്കുന്നവർക്കെല്ലാം നന്നായിട്ട് അറിയാമായിരിക്കും, പക്ഷേ കേക്ക് ഉണ്ടാക്കാൻ അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയാണ് ഞാനിങ്ങനെ വിശദമായിട്ട് പറയുന്നത് കേട്ടോ. അപ്പോൾ അത് കേക്ക് ഉണ്ടാക്കാത്തവർ ഈ കേക്ക് ഉണ്ടാക്കുവാൻ നിങ്ങൾക്ക് വളരെ എളുപ്പമായിരിക്കും. ഓവനില്ലാത്തവർക്ക് മറ്റേ വലിയൊരു ചരുവം വെച്ചിട്ട് അതിൻ്റെ അകത്ത് ഒരു റിങ് ഇറക്കി വെച്ചിട്ട് പ്രീ ഹീറ്റ് ചെയ്ത് ഇറക്കി വെച്ച് നമുക്ക് ഉണ്ടാക്കാം. പിന്നെ ഞാൻ കുറച്ച് കാഷ്യൂനട്ട് റോസ്റ്റ് ചെയ്തിട്ട് അതിലിച്ചിരി മൈദ തൂകി. ഈ മൈദ തൂകുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അത് മാവിൽ താഴ്ന്നു പോവാതിരിക്കാൻ വേണ്ടിയാണ്. ഞാൻ എന്നിട്ട് ആ കാഷ്യൂനട്ട് കൂട്ട് ഇതിൻ്റെ അകത്തോട്ടിട്ട് അതും നന്നായി ഇളക്കി യോജിപ്പിച്ചു. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു കാര്യം മറന്നുപോയി കേട്ടോ. 1 ടീസ്പൂണ് വാനില എസൻസ് നമ്മൾ ഒഴിച്ചു കൊടുക്കണമായിരുന്നു, പക്ഷെ ഇത് ഞാൻ ഇടയ്ക്ക് വിട്ടുപോയി. അതിപ്പോൾ ഞാനത് ഒഴിച്ച് അതും കൂടി യോജിപ്പിച്ചു.
ഈ ബാറ്റർ നമുക്ക് കേക്ക് ടിന്നിലേക്ക് മാറ്റി കൊടുക്കാം. ബാറ്റർ മൊത്തം മാറ്റി കഴിഞ്ഞിട്ട് നമ്മളൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം, കാരണം ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാനാണ്. അത് കഴിഞ്ഞിട്ട് സ്ക്വയർ വെച്ചിട്ട് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഇത് ചെയ്യുന്നുമുണ്ട്, കാരണം എന്തെങ്കിലും ബബിൾസ് ഉണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി പോകാൻ വേണ്ടിയാണ്. കുറച്ച് കാഷ്യൂ നട്ട് ഞാൻ മുകളിലിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്കത് നമ്മൾ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓവനിലേക്ക് അത് മാറ്റി കൊടുക്കുക. ഓവനിൽ വെക്കുമ്പോൾ കൈ പൊള്ളാതെ നോക്കണേ കേട്ടോ, ഗ്ലൗസൊക്കെ ഇട്ട് വേണം വെക്കാൻ വേണ്ടി. ഞാനിപ്പോൾ അത് സൂക്ഷിച്ച് വെച്ചു, നിങ്ങൾ ചെയ്യുമ്പോൾ സൂക്ഷിച്ച് വെക്കണം. പിന്നെ ഒരു 45 മിനിറ്റ്സാണ് ഞാൻ 180 ഡിഗ്രിയിൽ വെക്കുന്നത്. സോ ഇനി വെയിറ്റിംഗ് ടൈമാണ്. നമ്മുടെ കേക്ക് ബേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും വരാം. അങ്ങനെ നമ്മുടെ കേക്ക് ബേക്കായി, കാണാൻ നല്ല ഭംഗിയുണ്ട്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുള്ള കേക്കാണ് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും, ഞാൻ ഷുവർ പറയുകയാണ്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. സോ നെക്സ്റ്റ് വിഭവമായി നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരെ ലവ്ലി നസ്രത്ത്.